നമസ്കാരം. വീട് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിണർ കുഴിച്ചതിനെ പറ്റിയും അതിൻ്റെ വരുന്ന ചിലവിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കിണറിൻ്റെ പണി ഇപ്പോൾ ഈ കാണുന്നത് 7ാമത്തെ ദിവസം ഫിനിഷായൊരു സ്റ്റേജാണ്. താഴെ കാണുന്ന ആ തട്ടിൻ്റെ മുകളിലേക്ക് ചെങ്കല്ല് വെച്ചിട്ട് കെട്ടിയെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഭാഗത്തേക്ക് കെട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം താഴോട്ട് ചെറുതായിട്ട് ഉറച്ച മണ്ണാണ്, അതേപോലെ ഭിത്തിയും അത്യാവശ്യം ഉറച്ച തന്നെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പം 8ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്താണ്. ഇനി താഴേക്ക് കിണറായിട്ട് തന്നെയാണ് കുഴിച്ചിട്ട് പോവുക. ചെറിയ പടവുകളാക്കിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് പോവും. ഇത് വെള്ളത്തിന് വേറെ സ്രോതസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് താഴെ വെള്ളം കണ്ടതിന് ശേഷം മുകളിൽ കെട്ടാമെന്നുള്ളൊരു പ്ലാനിലാണ് കുഴിച്ച് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മുകളിൽ കെട്ടാമായിരുന്നു. അതിന് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. നനയ്ക്കാനും അതേപോലെ സിമെൻറ്റിൻ്റെ കുഴയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്തായാലും വെള്ളം വേണ്ടി വരും. മാത്രമല്ല കറണ്ടിൻ്റെ കണക്ഷൻ എടുത്തിട്ടില്ല. അതും ടെമ്പററി കണക്ഷൻ എടുക്കാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതും കൂടെ ആയിട്ട് മാത്രമേ നമുക്ക് പിന്നെ മോട്ടർ വെക്കാനും അതേപോലെ വെള്ളം എടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇത് 8ാം ദിവസം പണി നിർത്തുന്ന സമയത്താണ് ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് കണ്ടത്. അപ്പം അതൊരു പാളി മാറ്റി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഉറവാണോ അല്ലെങ്കിൽ അതിൻ്റെ അവർ കിണിച്ചിലെന്ന് പറയും. അപ്പം അങ്ങനെയാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഏതായാലും അത് ഉറവ് തന്നെയായിരുന്നു. അപ്പം പിറ്റേ ദിവസം 9th ഡേ ആണ് ഇങ്ങനെ വെള്ളം എടുക്കുന്നതിനനുസരിച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്യാവശ്യം വെള്ളത്തിൻ്റെ ഉപയോഗം നടക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴി പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേനൽ കടുക്കുന്ന സമയത്ത് വെള്ളം ഇനിയും വലിയും. ആ സമയത്ത് താഴോട്ട് കുഴിക്കാനാണ് ഇനിയുള്ള പ്ലാന്. ഇനിയും വെള്ളം ഉറവ് വന്നു കഴിഞ്ഞാൽ മോട്ടർ വെച്ചിട്ട് വെള്ളം അടിച്ചൊഴിവാക്കിയിട്ട് താഴോട്ട് കുഴിക്കേണ്ടി വരും. എന്തായാലും ഒരു 1.5 മീറ്ററും കൂടെ താഴോട്ട് കുഴിക്കണം. ഇതൊരു വയലിൻ്റെ സമീപത്തായതുകൊണ്ട് വെള്ളം കിട്ടാൻ വളരെ സാധ്യത കൂടുതലായിരുന്നു. എന്നിരുന്നാലും വെള്ളം കിട്ടിയ സമയത്ത് ഒരു സന്തോഷം, അത് നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിലും അതിലേറെ സന്തോഷം. താങ്ക് യു.